ഹായ് ഫ്രണ്ട്സ്, എല്ലാവരും സുഖമായി സേഫ് ആയിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. അപ്പോൾ നമ്മൾ ഇന്നിവിടെ തയ്യാറാക്കാൻ പോകുന്നത് ചിക്കൻ കൊണ്ടുള്ള ഒരു അടിപൊളി സ്നാക്കാണ്, ചിക്കൻ ഡോണറ്റ്സ്. നമ്മുടെ കുട്ടികൾക്ക് നമുക്കെല്ലാവർക്കും വളരെ പ്രിയപ്പെട്ട ഒന്നാണ് ചിക്കൻ ഡോണറ്റ്സ്. അപ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വീട്ടിലുള്ള ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ച് നമുക്കെല്ലാവർക്കും തയ്യാറാക്കി എടുക്കാൻ പറ്റുന്ന ഒന്നാണിത്. ഇതെങ്ങനെ തയ്യാറാക്കി എടുക്കാൻ നോക്കാം. അതിനായി ഞാനിവിടെ 1/2 കിലോ ബോൺലെസ് ചിക്കൻ നല്ലോണം വാഷ് ചെയ്ത് ഡ്രെയിൻ ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഇതിലേക്ക് ഒരു മീഡിയം സൈസിലുള്ള ഓണിയൻ പകുതി കട്ട് ചെയ്ത് ഞാൻ വെച്ചിട്ടുണ്ട്. പിന്നെ ഒരു ചെറിയ പീസ് ഇഞ്ചി, പിന്നെ 3-4 അല്ലി വെളുത്തുള്ളി, അതുപോലെ 3-4 പച്ചമുളക്, പിന്നെ ലെമൺ ജ്യൂസ് 2 ടീസ്പൂൺ ലെമൺ ജ്യൂസ് വേണം നമുക്ക്. പിന്നെ മിന്റ്, കൊറിയാണ്ടർ, ഒരു പിടി മിന്റും കൊറിയാണ്ടറും വേണം. പിന്നെ കുറച്ച് പൊടികൾ ആവശ്യമുണ്ട്. 1 ടീസ്പൂൺ മുളക് പൊടി, അതുപോലെ 1 ടീസ്പൂൺ മല്ലിപ്പൊടി, 1 ടീസ്പൂൺ ക്യൂമിൻ പൗഡർ, നല്ല ജീരകത്തിന്റെ പൊടി, പിന്നെ 1/2 ടീസ്പൂൺ ഗരം മസാല. പിന്നെ നമുക്ക് ഒരു 2 ബ്രെഡ് സ്ലൈസ് എടുക്കാം. പിന്നെ പൊട്ടറ്റോ 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ ഞാൻ നല്ലോണം വേവിച്ചിട്ട് സ്മാഷ് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ നമുക്ക് ഒരു 3 ടേബിൾ സ്പൂൺ ബട്ടർ വേണം. ഇപ്പൊ ബട്ടറിന് പകരം ഓയിൽ ആയാലും നമുക്ക് യൂസ് ചെയ്യാം. പിന്നെ ഉപ്പ് ആവശ്യത്തിന്. പിന്നെ നമുക്ക് പാല്, ഒരു 1/4 കപ്പ് പാല് വേണം. ഒരു മുട്ട, പിന്നെ ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ജസ്റ്റ് ബ്രെഡ് പൊടിച്ചതായാലും മതി. ഇത് നമുക്ക് നമ്മുടെ ഡോണറ്റ്സ് തയ്യാറാക്കാനുള്ള ഫസ്റ്റ് സ്റ്റെപ്പിലോട്ട് കിടക്കാം. അതിനായി ഞാൻ ഇവിടെ മിക്സിയിൽ ഒരു ജാർ എടുത്തിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് നേരത്തെ കട്ട് ചെയ്ത് വെച്ച ചിക്കൻ പീസസ് ആഡ് ചെയ്ത് കൊടുക്കാം. ഞാൻ ഇവിടെ ചെറിയ പീസായിട്ട് ചിക്കൻ കട്ട് ചെയ്തിരിക്കുന്നത് പെട്ടെന്ന് നമുക്ക് അറിഞ്ഞിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്തത്. ഇത് നമുക്ക് അതിലേക്ക് നേരത്തെ എടുത്ത് വെച്ച പൊടികൾ ആഡ് ചെയ്ത് കൊടുക്കാം. മുളക് പൊടി, മല്ലിപ്പൊടി, ഗരം മസാല, ക്യൂമിൻ സീഡ്സ്. അപ്പം നമുക്ക് ഈ സമയത്ത് വേണമെന്ന് വെച്ചാൽ പെപ്പർ പൗഡർ ഇഷ്ടമുള്ളവർക്ക് അത് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഉപ്പ് ആവശ്യത്തിന് ആഡ് ചെയ്ത് കൊടുക്കാം. ഇനി നമുക്ക് അതിലേക്ക് ഒരു ഒണിയന്റെ പകുതി കട്ട് ചെയ്ത് ആഡ് ചെയ്ത് കൊടുക്കാം. പിന്നെ നിങ്ങൾക്ക് വേണമെന്ന് വെച്ചാൽ ചിക്കൻ ഒന്ന് ജസ്റ്റ് ഗ്രൈൻഡ് ചെയ്തതിന് ശേഷം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഞാൻ പക്ഷേ ഇതെല്ലാം ഒരുമിച്ചിട്ടാണ് ചെയ്യുന്നത്. ഇപ്പോൾ ചില മിക്സിക്കൊക്കെ ആണെങ്കിൽ ഒരുമിച്ച് അരഞ്ഞ് കിട്ടില്ല. അപ്പം നിങ്ങൾക്ക് ചിക്കൻ അരച്ചതിന് ശേഷം ഇതൊക്കെ ആഡ് ചെയ്ത് കൊടുത്താൽ മതി. ഇനി ഞാൻ അതിലേക്ക് ചെറിയൊരു പീസ് ഇഞ്ചി കട്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പോണ്. അപ്പം നിങ്ങൾക്ക് ഇഞ്ചി ഇല്ലെങ്കിൽ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, അങ്ങനെ ആഡ് ചെയ്താൽ മതി. ഇനി 3 പച്ചമുളക് കട്ട് ചെയ്ത് ആഡ് ചെയ്യാം. പേര് കുറവേണ്ടവർക്ക് 1-2 ആയാലും കുഴപ്പമൊന്നും, അത് മതി. ഇനി ഞാൻ അതിലേക്ക് വെളുത്തുള്ളി 4 അല്ലി കട്ട് ചെയ്ത് ആഡ് ചെയ്യാൻ പോകുന്നു. ഇതൊക്കെ കട്ട് ചെയ്യണം എന്തിനാണെന്ന് വെച്ചാൽ പെട്ടെന്ന് അരിഞ്ഞിട്ടാൻ വേണ്ടി അങ്ങനെ ചെയ്യുന്നത്. നമുക്കതിലേക്ക് കുറച്ച് മല്ലി, പുതിന ആഡ് ചെയ്ത് കൊടുക്കാം. ലെമൺ ജ്യൂസ് ആഡ് ചെയ്ത് കൊടുക്കണം. അതിന് ഞാൻ ഇവിടെ ഒരു വലിയ ലെമൺ എടുത്തിട്ട് അത് നടു മുറിച്ചിട്ട് ആ 2ന്റെയും ജ്യൂസിന് ആഡ് ചെയ്ത് കൊടുക്കുന്നത്. 2 ടീസ്പൂൺ ലെമൺ ജ്യൂസിന് വേണ്ടത്. നമുക്കതിലേക്ക് ബ്രെഡ് സ്ലൈസ്, ഇതേപോലെ 2 ബ്രെഡ് സ്ലൈസ് ചെറുതായിട്ട് കട്ട് ചെയ്തിട്ട് ആഡ് ചെയ്ത് കൊടുക്കാം. നമുക്ക് ബ്രെഡ് സ്ലൈസ് ഇല്ലെങ്കിൽ ബ്രെഡ് ക്രംസ് ആയാലും മതി, കുഴപ്പമൊന്നുമില്ല. ഇനി നമുക്കതിലേക്ക് 3 ടേബിൾ സ്പൂൺ ബട്ടർ ആഡ് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ബട്ടർ താല്പര്യമില്ലാത്തവർക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചെടുത്താലും മതി, 3 ടേബിൾ സ്പൂൺ തന്നെ. നമുക്കിത് നല്ലോണം പേസ്റ്റാക്കി അരച്ചിട്ട് വരാം. ഇതാ ഞാനിപ്പോൾ നല്ലോണം അരച്ച് വന്നിട്ടുണ്ട്. ഞാനത് വെള്ളമൊന്നും ചേർക്കാതെയാണ് അരച്ചിരിക്കുന്നത്. നല്ലോണം ഫൈനായിട്ട് അരഞ്ഞിട്ടുണ്ട്. ഇതുപോലെ നല്ല തിക്ക് പേസ്റ്റായിട്ട് വരും. നമുക്കിത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി നമുക്കതിലേക്ക് പൊട്ടറ്റോ സ്മാഷ് ചെയ്തത് ആഡ് ചെയ്ത് കൊടുക്കാം.
ഞാൻ 2 മീഡിയം സൈസിലുള്ള പൊട്ടറ്റോ നല്ലോണം വേവിച്ചിട്ട് ഇതുപോലെ സ്മാഷ് ചെയ്ത് വെച്ചിട്ടുള്ളതാണ് ആഡ് ചെയ്ത് കൊടുക്കാം. ഇത് നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് ഈ ചിക്കനും പൊട്ടറ്റോസൊക്കെ നല്ലോണം മിക്സ് ചെയ്തെടുക്കണം. നമുക്ക് വേണമെന്ന് സ്പൂൺ വെച്ചും ചെയ്യാം, അല്ലെങ്കിൽ കൈ കൊണ്ട് മിക്സ് ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഞാൻ കൈ കൊണ്ട് ഇപ്പോൾ ചെയ്യാൻ പോവാ. നല്ലോണം സൈഡിൽ നിന്നൊക്കെ എടുത്തിട്ട് മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഉപ്പ്, ഞാനിപ്പോൾ ഇതിൽ ഉപ്പിടാനാണ് പൊട്ടറ്റോ വേവിച്ചിരിക്കുന്നത്. അപ്പോൾ കുറച്ച് ഉപ്പ് നമുക്ക് ആഡ് ചെയ്ത് കൊടുക്കേണ്ടി വരും ഇതിലേക്ക്. ഇനി നമുക്ക് ഇത് ജസ്റ്റ് ഒന്ന് കട്ട്ലേറ്റിൻ്റെ ഷേപ്പിലാക്കിയെടുക്കണം. അതിനായി ഞാൻ എൻ്റെ കയ്യിൽ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കുന്നുണ്ട്. ഈ മിക്സ് നമ്മുടെ കയ്യിൽ ഒട്ടി പിടിക്കാതിരിക്കാൻ അങ്ങനെ ചെയ്യുന്നത്. കാരണം നമുക്ക് ഇത് ഒരു കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ ആദ്യം ആക്കിയെടുക്കണം. എന്നിട്ട് നമ്മൾ ജസ്റ്റ് ഒരു മൂടി കൊണ്ടാണ് ഡോണറ്റ്സിൻ്റെ ഒരു ഹോൾ ഉണ്ടാക്കുന്നത്. അപ്പോൾ ആദ്യം ഈ കട്ട്ലേറ്റിൻ്റെ ഷേപ്പിൽ നല്ലോണം സൈഡൊക്കെ ഇങ്ങനെ പ്രസ് ചെയ്ത് ഒരു കട്ട്ലേറ്റിൻ്റെ തിക്നെസ്സിൽ നമുക്ക് ഇതൊക്കെ പരത്തിയെടുക്കാം. അപ്പം നമുക്ക് ഈ സമയത്ത് കുറച്ച് വെള്ളമൊക്കെ കൂടുതലായി തോന്നിക്കഴിഞ്ഞാൽ നമുക്ക് കുറച്ച് ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ കോൺഫ്ലവർ മൈദ എന്തെങ്കിലുമൊക്കെ ഇട്ട് അഡ്ജസ്റ്റ് ചെയ്യാം. കണ്ട ഈ ഒരു ഷേപ്പിൽ കിട്ടണം, കറക്റ്റ് തിക്നെസ് ഇതേപോലെ വരണം. ഇനി നമുക്ക് അതൊരു ഹോള് ചെയ്യാനായിട്ട് ഇതേപോലെ ഒരു കുപ്പിയുടെ മൂടി എടുത്തിട്ടുണ്ട്. ഞാൻ അത് നടുക്കിൽ വെച്ചൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. കണ്ട ഇപ്പോൾ നമ്മുടെ ആ ഷേപ്പ് മാറി. ഇപ്പോൾ ശരിക്കും ഡോണറ്റ്സിൻ്റെ ഷേപ്പ് വന്നിട്ടുണ്ട്. ഇതുപോലെ റെഡി ആയി കഴിഞ്ഞ് കഴിഞ്ഞാൽ നമുക്കിത് ഒരു സൈഡിൽ ഒരു പാത്രത്തിൽ അലുമിനിയം ഫോയിൽ ഞാൻ വെച്ചിട്ടുണ്ട്. അതിലേക്ക് ഓരോന്നും മാറ്റി വയ്ക്കാം. ഇങ്ങനെ എല്ലാം ചെയ്തതിന് ശേഷം മാറ്റിച്ചതിന് ശേഷമാണ് നമുക്ക് ഞാൻ അടുത്ത പ്രോസസ്സിൽ കടക്കാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ ഇതെല്ലാം ഇതേപോലെ ഷേപ്പിലാക്കിയിട്ട് കാണിച്ചു തരാം. ഞാനിപ്പോൾ ഇതെല്ലാം ഈ ഷേപ്പിലാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതിൻ്റെ ലാസ്റ്റ് പ്രോസസ്സിലേക്ക് കടക്കാം. അതിനായി ഞാൻ അവിടെ ഒരു ബൗളിൽ ഒരു മുട്ട നല്ലോണം ബീറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലേക്ക് നമുക്ക് ഒരു 1/4 കപ്പോളം പാല് ആഡ് ചെയ്ത് കൊടുക്കാം. ഇപ്പം മുട്ട കഴിക്കാത്തവരാണെങ്കിൽ നമ്മൾ കുറച്ച് മൈദ എടുത്തിട്ട് ഇതേപോലെ പാലിൽ മിക്സ് ചെയ്ത് കൊടുത്താൽ മതി. നല്ലോണം മിക്സ് ചെയ്യാം. നമുക്ക് അതിലേക്ക് കുറച്ച് ഉപ്പ്, അധികം വേണ്ട, കുറച്ച് ഉപ്പ് ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലോണം മിക്സ് ചെയ്യാം. ഇനി നമുക്ക് ഇതിലേക്ക് മെയിനായിട്ട് വേണ്ടത് ബ്രെഡ് ക്രംസ് ആണ്. ബ്രെഡ് ക്രംസ് അല്ലെങ്കിൽ ജസ്റ്റ് ബ്രെഡ് മിക്സിലിട്ട് പൊടിച്ചാലും മതി, അതായാലും മതി. നമുക്ക് അതിൽ നിന്ന് ഓരോ ഡോണറ്റ്സ് എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് എല്ലാം ഒന്ന് ഷേപ്പ് ചെയ്ത് കൊടുക്കുക, സൈഡ് സെറ്റ് ആവാൻ വേണ്ടിയിട്ടാണ്. എന്നാൽ നമുക്ക് ആദ്യം എഗ്ഗിലൊന്ന് ഡിപ്പ് ചെയ്ത് കൊടുക്കാം. എന്നിട്ട് ബ്രെഡ് ക്രംസ് ഡിപ്പ് ചെയ്യണം. എഗ്ഗിൽ ഡിപ്പ് ചെയ്യുമ്പോൾ നമുക്ക് സൂക്ഷിച്ചിട്ടൊക്കെ ചെയ്യാം, അല്ലെങ്കിൽ ചിലപ്പോൾ പൊട്ടിപ്പോവും. ഞാനിപ്പോൾ ബ്രെഡിൽ എടുത്തിട്ടുണ്ട്. നല്ലോണം സൈഡിലൊക്കെ ആ ബ്രെഡ് ക്രംസ് തട്ടുന്ന രീതിയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം. ഇങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കുന്നത് വെച്ചാൽ നമ്മൾ ഒരു കൈ കൊണ്ട് എഗ്ഗ് ഡിപ്പ് ചെയ്യാം, മറ്റേ കൈ യൂസ് ചെയ്തിട്ട് ബ്രെഡ് ക്രംസിൽ ചെയ്താൽ മതി. അപ്പോൾ നമുക്കൊന്നും കൂടി ടാസ്ക് ഈസി ആയിട്ട് തോന്നും. അങ്ങനെ എപ്പോഴും നല്ലത്. 2 കൈയും ആകെ നനവ് ആയിക്കഴിഞ്ഞാൽ നമുക്ക് ആകെ ഭയങ്കര ബുദ്ധിമുട്ട് ഫീൽ ചെയ്യും. അപ്പം ഇങ്ങനെ ചെയ്യുന്നത് എപ്പോഴും നല്ലത്. ഇതുപോലെ നമുക്ക് ഓരോന്നും നല്ലോണം ഡിപ്പ് ചെയ്തെടുക്കാം. നമുക്കിതുപോലെ റെഡി ആക്കിയിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് ഇത് ആവശ്യത്തിനനുസരിച്ചിട്ട് വറുത്തെടുത്താൽ മതി. ഇപ്പോൾ ഞാൻ എല്ലാം റെഡിയാക്കി വന്നിട്ടുണ്ട്. എന്നിട്ട് ഞാനിതുപോലെ ലെയർ ആയിട്ട് അലുമിനിയം ഫോയിലിൽ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ ആവശ്യത്തിനനുസരിച്ചിട്ട് നമുക്ക് ഫ്രിഡ്ജിൽ നിന്ന് എടുത്ത് ഫ്രൈ ചെയ്യാം. അപ്പോൾ ഞാനിപ്പോൾ അത് ഫ്രിഡ്ജിൽ വയ്ക്കാൻ പോവാം. എന്നിട്ട് നാളെ നിങ്ങൾക്ക് ഫ്രൈ ചെയ്യുമ്പോൾ കാണിച്ചു തരാം എങ്ങനെയാണെന്ന്. ഇതാ ഞാനിപ്പോൾ ഇത് ഫ്രിഡ്ജിൽ നിന്ന് പുറത്തെടുത്ത് ഞാനിപ്പോൾ ഒരു 5 എണ്ണം ഫ്രൈ ചെയ്തെടുക്കാൻ പോവാം. കണ്ട ഇപ്പോൾ എല്ലാം നല്ലോണം ഐസായി ഫ്രീസായി കറക്റ്റ് സെറ്റ് ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എല്ലാം ഫ്രൈ ചെയ്തെടുക്കാം. അതിനായി ഞാനിവിടെ ഒരു പാനിൽ കുറച്ച് ഓയിൽ വെച്ചിട്ടുണ്ട്. ഓയിൽ ചൂടായി കഴിയുമ്പോൾ നമുക്ക് ഇതുപോലെ ഓരോന്നും ഇട്ട് കൊടുക്കാം. പിന്നെ നമ്മളിത് ശ്രദ്ധിക്കേണ്ട കാര്യം വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് വേണം ചെയ്യണമെങ്കിൽ. ഫ്ലെയിം കൂടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. ബ്രെഡ് ക്രംസ് ഒക്കെ ആകുമ്പോൾ പെട്ടെന്ന് കരിഞ്ഞു പോകും. ഒരു ഗോൾഡൻ കളർ ആവുന്ന വരെ നമ്മൾ തിരിച്ചും മറിച്ചും ഇട്ടിട്ട് വേവിക്കണം. ഇപ്പോൾ ചെറിയൊരു ഗോൾഡ് കളർ വന്നു തുടങ്ങിയിട്ടുണ്ട്. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറയുമ്പോൾ എപ്പോഴും വളരെ ലോ ഫ്ലെയിമിൽ ഇട്ടിട്ട് ചെയ്യുക. പിന്നെ ഇതുപോലെ സ്പൂൺ കൊണ്ട് കുറച്ച് ഓയിൽ മുകളിലേക്ക് സ്പ്രെഡ് ചെയ്ത് കഴിഞ്ഞാൽ ഒന്നുകൂടി എളുപ്പത്തിൽ വെന്ത് കിട്ടും നമുക്ക്.
ഇപ്പം നമ്മുടെ ഡോണറ്റ്സ് ഇപ്പം ഏകദേശം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് വേറെ പാത്രത്തേക്ക് മാറ്റി കൊടുക്കാം. ഈ ഒരു കളറാകുമ്പോൾ നമുക്ക് അടുപ്പത്തു നിന്ന് മാറ്റാം. ഇതുപോലെ എല്ലാം ഫ്രൈ ചെയ്തിട്ട് ഞാൻ കൊണ്ടുവരാം. നമ്മുടെ ചിക്കൻ ഡോണറ്റ്സ് ഫുള്ള് ഞാൻ നല്ലോണം ഫ്രൈ ചെയ്ത് വന്നിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ അറിയാം നമ്മളെ പുറത്തൊക്കെ വളരെ ക്രിസ്പി ആയിട്ട് ഉള്ളിൽ വളരെ സോഫ്റ്റുമാണ്. അപ്പം എല്ലാവർക്കും എന്തായാലും ഇഷ്ടപ്പെടും. എന്തായാലും ട്രൈ ചെയ്ത് നോക്കാം. എന്നിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.